Watch India's largest kids library only on Jio Hotstar. Download the app now. എന്നാ പറ്റി ബാത്ത് എന്താ ഇത്ര തിരിക്കണ ബാത്ത്? എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നുന്നുണ്ട മണ്ടന്മാരെ. വേറെ ഒരു വഴിയുമില്ലാതെ ബോട്ടും പത്തിലും ഈ സിറ്റിന്ന് സ്ഥലം കാലിയാക്കാൻ പോവാ. ബോസ് ബോസ് എപ്പോഴത്തെയും പോലെ നിങ്ങളുടെ ഈ കൊടുങ്കാറ്റ് ബുദ്ധിയില് നിങ്ങൾ തന്നെയാണല്ലോ പറക്കുന്നേ. ഇത്തവണ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാ പിന്നെ എന്റെ ഐഡിയ ഒക്കെ പറഞ്ഞാലോ. നമ്പർ 2, ഞാൻ നിന്റെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ കല്യാണം കഴിക്കുമല്ലോ, ഞാൻ മനവള്ളനാകുമല്ലോ, ഞാൻ കല്യാണം കഴിക്കുമല്ലോ, ഞാൻ മലവള്ളനാകുമല്ലോ. മണവാളനല്ല, നീയാണ് മോട്ടുവിന്റെ മണവാട്ടിയാവാൻ പോന്നേ. നീയാണ് മോട്ടുവിനെ കല്യാണം കഴിക്കാൻ പോന്നേ. ഇല്ല, ഞാൻ മോട്ടോന്റെ കൂടെ കല്യാണം കഴിക്കാൻ പറ്റൂല. ഞാൻ മണവാട്ടി ആകൂല. നീ വിഷമിക്കൊന്നും വേണ്ട. നിന്നെ ഒരു പെണ്ണിനെ പോലെ സുന്ദരിയാക്കി മോട്ടുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അതും ടോർച്ചർ ചെയ്ത് വേണം കല്യാണം കഴിപ്പിക്കാൻ. അങ്ങനെ നമ്മുടെ ടോർച്ചർ സഹിക്കാതെ അവർ ഈ നാട്ടിൽ പിന്നെ നമ്പർ 1, നീ നമ്പർ 2ന്റെ സഹോദരിയാണെന്ന് പറഞ്ഞ് പത്ലുവിനെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കണം. മോട്ടുവും പത്ലും ഈ ഫുർഫുറി നഗരത്തിൽ ഓടി രക്ഷപ്പെടണം. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും അച്ഛനായി അഭിനയിക്കുക. ചായക്കടക്കാര, മോട്ടുവിന്റെയും പത്ലുവിന്റെയും വീട് എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? ഞങ്ങൾക്ക് അവിടെ വരെ ഒന്ന് പോണം. എന്തിനു വേണ്ടിട്ടാ? കുട്ടിക്കാലത്ത് എന്റെ മോളുടെയും മോട്ടുവിന്റെയും കല്യാണം പറഞ്ഞു വെച്ചതാ. പക്ഷെ മോട്ടു മുതിർന്നപ്പോൾ വീട്ടിലേക്ക് വരാതെയായി. അതുകൊണ്ട് എന്റെ മോളെ കല്യാണ പെണ്ണാക്കി കുതിരപ്പുറത്ത് കയറ്റി ഇങ്ങ് കൊണ്ടുവന്നേ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് എന്തോന്നാ കാരണവരെ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത് ചെറുക്കനെ കൊണ്ടുപോവാൻ പെണ്ണ് നേരിട്ട് വന്നത്. വരൂ വരൂ, ഞങ്ങള് ചെറുക്കന്റെ വീട്ടുകാരാ. വരൂ, വന്നെന്തെങ്കിലും കഴിക്കൂ. നോൺസെൻസ് മാൻ, ഞങ്ങളുണ്ടല്ലോ ചായ കുടിക്കാനൊന്നും വന്നതല്ല, കല്യാണം കഴിക്കാൻ വന്നതാ. എവിടെയാണെന്ന് പറയൂ. മോട്ടുവിന്റെ പത്ലുവിന്റെ വീട് എവിടെയാണെന്ന് പറയൂ. വരൂ വരൂ വരൂ, കാണിച്ചു തരാം. ഇത് എന്ത് തമാശയാ? അരെ മോട്ടു, വാതിൽ തുറക്ക്. അഭിനന്ദനങ്ങൾ. അഭിനന്ദനങ്ങൾ. അഭിനന്ദനോ? എന്തിനാണ് അഭിനന്ദനം? അതെ, കല്യാണത്തിന്റെ. കൊള്ളാലോ, കല്യാണത്തിന്റെ സന്തോഷോ. വരൂ, എന്നാ ഡാൻസ് ഒക്കെ ആവാലോ. ബല്ലെ 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 ബല്ലെ. ഇല്ല മോട്ടു, ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പാടില്ല. കല്യാണ ചെറുക്കൻ ഇങ്ങനെയൊക്കെ ഡാൻസ് കളിച്ചാൽ നാട്ടുകാരെന്ത് പറയും? കല്യാണ ചെറുക്കൻ എന്റെ ചേട്ടായി നിങ്ങളൊന്ന് പറഞ്ഞാലും ആരാ കല്യാണ ചെറുക്കൻ? മോനെ മോട്ടു, ആ കല്യാണ ചെറുക്കൻ നീ തന്നെയാ. നിന്റെ പെണ്ണ ചമേലി. എന്റെ മോള് ചമേലി നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. നിങ്ങളുടെ കല്യാണക്കാരൻ ചെറുപ്പത്തിലേ പറഞ്ഞു വെച്ചതാ. എന്നാ പിന്നെ ഇനിയോട്ട് താമസിപ്പിക്കണ്ട. എനിക്ക് ആരുടെ കൂടെയും കല്യാണം ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. വേണ്ടോ? ഊരന്റെ ഉദന്തിരിക്കുന്നോ? നീ ഊരന്റെ ഉദന്തിരിക്കുന്ന എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാ. അല്ല, ഇവളിത് എന്ത് ഭാഷയാ സംസാരിക്കുന്നത്? അവള് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നീ ചെറുപ്പത്തിൽ ഇരുന്ന പോലെ തന്നെ ഉരുണ്ട ഗോതമ്പുണ്ട പോലെ തന്നെ ഇരിക്കുന്നെന്ന്. മാത്രമല്ല നിന്നെ അവക്ക് ഒരുപാട് ഇഷ്ടമായി. വേഗം കല്യാണം നടത്തണമെന്നാ പറയുന്നേ. വേണ്ട, ഞാൻ ഇവിടുന്ന് പോവാ. ഇന്ന് ആരുടെ മുഖത്താ കണി കണ്ടെന്ന് അറിയില്ലല്ലോ. യു ചാമിങ് മാൻ, ഞാൻ നിങ്ങളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. വിൽ യു മാരി മീ പ്ലീസ്? ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ തയ്യാറാ. എങ്കിൽ ഞാൻ തയ്യാറല്ല. ഓടിക്കോ. ചിങ്കം സാറേ, രക്ഷിക്കണേ.
രക്ഷിക്കണേ. എടോ മോട്ടു, എന്താ പറ്റിയത്? നിങ്ങൾ എന്താ ഈ കുതിരപ്പുറത്തൊക്കെ സവാരി ചെയ്ത് വരുന്നത്? ചിങ്കം സാറെ, കുതിരപ്പുറത്ത് വരുന്നത് ഞാനല്ല, കുതിരപ്പുറത്ത് വരുന്നത് കല്യാണ പെണ്ണ. എങ്ങനെ? അതെ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഇതൊരു പോലീസ് സ്റ്റേഷനാണ്, കുതിര കെട്ടിവെക്കുന്ന സ്ഥലമൊന്നും അല്ല. ഇൻസ്പെക്ടർ സാറേ, ആ മോട്ടു കൊണ്ട് വന്നില്ലേ, അവനെ ഒന്ന് പുറത്തേക്ക് ഇറക്കി വിടാമോ? എന്റെ മോളുടെ ഭാവി ഇപ്പൊ അവന്റെ കയ്യിലാ സാറേ. എന്റെ അമ്മോ, നിങ്ങളെ പോലത്തെ ഒരു നല്ല മനുഷ്യന്റെ മോളെ ഈ മോട്ടുനെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നോ? അവനൊരു കുറ്റവാളിയാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് അവനെ പിടിച്ചത്. അതുകൊണ്ട് ഞാൻ പിടിച്ചവനെ ജയിലിനകത്ത് ഇട്ടിരിക്കുകയാണ്. ഇവനെ പോലത്തെ ഒരു കുറ്റവാളിക്ക് നിങ്ങളുടെ മോളെ വിവാഹം കഴിച്ചു കൊടുത്താൽ അവളുടെ ജീവിതം കട്ടപ്പോകയാവും. അപ്പാ, ഡബ 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 ഡബ. എന്റെ അമ്മോ, ഇത് എന്ത് ഭാഷയായി സംസാരിക്കുന്നത്? അതായത് എന്റെ മോൾ എന്താ പറഞ്ഞു വരുന്നെന്ന് വെച്ചാൽ, ചെറുപ്പം മുതൽ അവൾക്ക് ഒരൊറ്റ സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അവളുടെ കല്യാണം ഒരു കുള്ളനുമായിട്ട് നടത്തണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. ഇന്നത് നിറവേറാൻ പോവാ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ തന്നെ വെച്ച് നമുക്ക് കല്യാണം അങ്ങ് കഴിപ്പിച്ച് കൊടുക്കാൻ സാറേ. ഞാനും പത്ലുവിനെ ഇപ്പൊ തന്നെ കല്യാണം കഴിക്കും. എന്റെ പത്ലുവിന് ഉടനെ മോചനം കൊടുക്കണം. ഞങ്ങള് തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും, ഇല്ല ഇൻസ്പെക്ടർ? പത്തലു, എന്തെങ്കിലും ചെയ്യൂ. മൂട്ടുപത്ലു, നിങ്ങൾ എന്താ ഈ ജയിലൊക്കെ തല്ലി പൊട്ടിക്കാൻ നോക്കുന്നത്? ഞങ്ങൾ ചത്താലും കുഴപ്പമില്ല, ഇതിന് സമ്മതിക്കില്ല. ഓടിപ്പോകണമെങ്കിൽ ഗേറ്റ് തുറന്ന് പോയാ പോരെ? മോട്ടു, നിക്ക്. എന്റെ മോള് ഒരച്ഛന്റെ വികാരം. വലിയേട്ടാ, പ്ലീസ് ഞങ്ങൾ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കൂ. ഈ പ്രശ്നം ഞങ്ങളുടെ പുറകെ കൊണ്ടിട്ട് കുറെ നേരമായി. വലിയേട്ടാ, പ്ലീസ് പ്ലീസ് ഞങ്ങളെ രക്ഷിക്കൂ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ഇപ്പൊ തന്നെ ഒരു പരിഹാരം കാണാം. ആ കല്യാണ ചെറുക്കന്മാരെ ഇറക്കി വിട്. എന്റെ മക്കളുടെ ഭാവി എവരുടെ കയ്യിലാണ്. അമ്മ, അവൻ എന്നോട് ക്ഷമിക്കണം. മോട്ടുവിന്റെയും പത്ലുവിന്റെയും മേത്ത് ഞാൻ അറിയാതെ കെമിക്കൽ ഒഴിച്ചു പോയി. ഇനി ജീവിതകാലം മുഴുവൻ ഇവര് കളർഫുൾ ആയിരിക്കും. ഡബ 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 അബ ഡബ ഡബ. അവള് തീർച്ചയായിട്ടും ഇതായിരിക്കും പറയുന്നുണ്ടാവുക. അച്ഛാ, നമുക്ക് വീട്ടിൽ പോവാം. ഇതുപോലെയുള്ള കളർ മനുഷ്യനെ എനിക്ക് കല്യാണം കഴിക്കണ്ടെന്ന്. നോ 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 നോ, അവൾ എന്താ പറയുന്നത് വെച്ചാൽ, ആള് കളർഫുൾ ആണെങ്കിൽ ജീവിതവും കളർഫുൾ ആവുന്നു. ഇനി അവക്ക് നീ അല്ലാതെ വേറെ ആരെയും ചിന്തിക്കാൻ പറ്റില്ല മോട്ടു. കെട്ടാതെ വേറെ വഴിയില്ല. അതിരിക്കട്ടെ, മോളുടെ മുഖം ഒന്ന് കാണിച്ച് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഡബ ഡബ ഡബ. നിനക്ക് ഓക്കെയാണോ? കല്യാണ ചെറുക്കന്മാരെ, അവിടെ നിക്ക് നിക്ക്. രക്ഷിക്കണേ. മോട്ടു, വേഗം ആലോചിക്കേ, എവിടെ ഒളിക്കുക? അതെ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? പത്തലു, നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. മരുമക്കളെ, നിങ്ങൾ എവിടെയാ ഒളിച്ചിരിക്കുന്നേ? ആ മോട്ടു പത്ലു സിറ്റി തന്നെ വിട്ട് ഓടിപ്പോയതാ തോന്നുന്നതേ. അങ്ങനെ ജോണിന്റെ പ്ലാൻ സക്സസ് ആയി. ഇപ്രാവശ്യത്തെ നിങ്ങളുടെ കൊടുങ്കാറ്റ് ബുദ്ധി സക്സസ് ആയി. ഇനി ജോൺ ആയിരിക്കും ഡൺ. എടാ ജോണെ, ഇതൊക്കെ നിന്റെ പണിയായിരുന്നു അല്ലേ? മോട്ടു, നമ്മുടെ ഓടിപ്പിച്ച ജോണിനെ നമുക്കൊരു പണി കൊടുക്കണം. വാ മോട്ടു, നമുക്ക് അവനെ ഒരു പാഠം പഠിപ്പിക്കാം. എടി
ഇതെന്താ സംഭവം? പുതിയ ഐറ്റമാണെന്ന് തോന്നല്ലോ. അമ്മാവ, മോട്ടുവിനും പത്തിലുവിനുവേ നിങ്ങളുടെ മക്കളെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന്. നിങ്ങളുടെ മക്കൾക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടെങ്കിലും ഇവര് കല്യാണത്തിന് സമ്മതിച്ചിരിക്കുകയാണ്. അതെ അമ്മാവ, ഇവരെ പോലെയുള്ള നല്ല കുട്ടികളെ വേറെ എവിടെ കിട്ടാനാ? ഇപ്പൊ തന്നെ കല്യാണം കഴിച്ച് ഇന്ന് തന്നെ ഫസ്റ്റ് നൈറ്റ്. അതുകൊണ്ട് മോട്ടു പത്രു വിവാഹം കഴിക്കാൻ തയ്യാറായിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. അതേനെ, അതുകൊണ്ട് തിരുമേനി ഞങ്ങൾ കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അബ ദബ 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 ബബ. നീ എന്തായി പറഞ്ഞു വരുന്നേ? എന്ത് വേണ ഇത്? നിങ്ങൾക്ക് രണ്ട് ചെറുക്കന്മാരെ കിട്ടിയില്ലേ? അവിടെ നിക്കേ. എന്റെ പ്രിയ സഖി ഒന്ന് നിക്ക്. വാ, ഞാനിപ്പോ കല്യാണത്തിന് റെഡിയായി ഇരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ആദ്യം നിങ്ങളുടെ ബോസിനെ ഇടിച്ച് പഞ്ചറാക്ക്. ബോസ്, നിങ്ങളുടെ ഈ കൊടുങ്കാറ്റ് ബുദ്ധിയിൽ എപ്പോഴും നമ്മൾ തന്നെയാ ബുദ്ധിമുട്ടിലാകുന്നേ. നമ്മളെ രണ്ടുപേരും ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ അവൻ പ്ലാൻ ചെയ്തത്. പക്ഷെ അവനിപ്പോ കുതിരപ്പുറത്ത് കയറിയല്ലേ ഈ നാട് വിടുന്നത്. Watch India's largest kids library only on Geo Hotstar. Download the app now.